ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നുള്ളത് മണ്ണാർക്കാടുള്ള മൂപ്പിൽ നായരുടെ 16 കെട്ടിന്റെ അവിടെയാണ്. അപ്പോൾ അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ തനിയാവർത്തനമൊക്കെ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ്. തനിയാവർത്തനം എന്നല്ല, ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണത്. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒറ്റപ്പാലത്തുള്ള ഒരു മനയുണ്ടല്ലോ, വരിക്കാശ്ശേരി മന. ആ വരിക്കാശ്ശേരി മന പോലെയൊക്കെ ഇതൊക്കെ ഒന്ന് സംരക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ മണ്ണാർക്കാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു ഇതായിട്ടുണ്ടാവും ഈ ഒരു സംഭവം. പക്ഷെ ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു വെച്ചാൽ വളരെ സങ്കടം വരുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു 16 കെട്ടിനെ കുറിച്ചിട്ട്. അപ്പൊ ഇപ്പൊ അതിന്റെ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോ ഒന്ന് കാണിക്കാൻ പോകുന്നത്. പോയി നോക്കിയാലോ? ഓക്കെ, അത് കിട്ടി. നമ്മുടെ മൂപ്പിനാരുടെ തറവാടായ 16 കെട്ട്. ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ഞാൻ പറയില്ലേ, ഓൾറെഡി ഇത് നശിച്ചു. അത് കൂടാതെ ഇവിടുത്തെ നാട്ടുകാരാണോ ഇനി ഇവിടേക്ക് വരുന്നവരാണോ എന്നറിയില്ല. ഇതിനകത്തെ അവസ്ഥകൾ കണ്ടാൽ നമുക്ക് ശരിക്കും ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. കാരണം ഇത്രയും അതിപുരാതനമായ ഈ ഒരു സംഭവത്തിനെ കുറേ ആൾക്കാർ സാമൂഹ്യ ദ്രോഹികൾ എന്ന് തന്നെ പറയാം. അതിനകത്ത് എന്തൊക്കെ കാട്ടി വെച്ചിട്ടുണ്ടെന്നറിയോ? ഇതൊക്കെ ഒന്ന് സംരക്ഷിച്ചിരുന്നെങ്കിൽ അല്ലേ? അതും നമ്മുടെ അമ്പലത്തിന്റെ ഒക്കെ തൊട്ടടുത്താണ്, നമ്മുടെ അരകുറിശി ഉദയകുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ്. ആ ഒരു ചുറ്റുപാടത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഇത്രയും ശോചനീയാവസ്ഥയിൽ കിടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളൊരു കരിങ്കല്ലിന്റെ സ്റ്റെപ്പ് ഒക്കെയാണുള്ളത്. അതെ, ഇതിപ്പോ ഓരോ സാധനങ്ങളും വളരെ വിലപ്പെട്ടതും വളരെ നമുക്ക് എന്താ പറയാൻ പറ്റില്ല. ഫ്രണ്ടില് റൂഫിലൊക്കെ ഉള്ള ആ മച്ചിന്റെ സംഭവങ്ങളൊക്കെ കണ്ടോ? ഇന്നും ആ ഒരു പ്രൗഢിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഇത്രയൊക്കെ ശോഷിച്ചെങ്കിലും ഇതിന്റെ ഒരു തലയെടുപ്പ് കണ്ടിട്ടുണ്ടോ? നമ്മൾ അവിടെ നിന്ന് ആ റോട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു തലയെടുപ്പ് വേറെ തന്നെയാണ്. നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് മൊത്തം പൂട്ടിയിട്ടിരിക്കാണ്. എന്നിട്ട് പോലും നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ആ ഒരു പൈതൃകം അത് വിവരിക്കാൻ പറ്റാത്ത അത്രയും ഇതാണ്. നമ്മളിനി കണ്ണേട്ട അവിടെ എന്താ? ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് റൂമാണോ? ഫുള്ള് പിന്നെ മരാണേ, ഫുള്ള് മരം. നമ്മൾ അതിന്റെ ഉള്ളിലത്തെ ആ 4 കെട്ട് കാണുന്നുണ്ടോ? ആ ഒരു ജനലിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ്. ഫോണിലാണ്ട് ക്ലിയർ ആവണില്ല, അല്ലാന്നുണ്ടെങ്കിൽ പക്ക മരത്തിനൊന്നും ഈ ഇത്രയും കാലായില്ലേ. നോക്ക്, കരിങ്കല്ലില് ഇത് കുത്തിന്നുണ്ടോ? പണ്ട് ടൈൽസും ഇതൊക്കെ വരുന്നതിന്റെ മുന്നുള്ള സംഭവം. മറ്റേ വീട്ടിലെ കാരണവന്മാർക്ക് മാത്രമായിട്ടും അവർക്ക് കുടുംബയോഗങ്ങൾ ചേരാനായിട്ടും അതേപോലെ സ്ത്രീകളുടെ വിനോദത്തിനൊക്കെ ആയിട്ട് ഓരോ സെക്ഷൻ തന്നെ ഇതിനകത്ത് ഉണ്ട് എന്നൊക്കെ പറയാം. 16 കെട്ടിന്റെ വിശേഷങ്ങൾ നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ കുറേ പഠിക്കാനുണ്ട്. ഇതാണ് ഫ്രണ്ടേജ്, ഇതാണ് പൂമുഖം. ഇവിടെ ഇങ്ങനെ മറ്റേ കാർന്നോര് ചാരുകസാരയൊക്കെ ഇട്ടിട്ട് അതാണ് സപ്രമഞ്ചക്കെട്ടിലൊക്കെ ഈ സാധനം നോക്കി, തൂണിന്റെ നല്ലോണം പെട്ടോട്ടെ. ആ തൂണ് അപ്പൊ അതിൽ
ഓ അതിൽ പെട്ടോട്ടെ. ഇവിടെ നിൽക്ക്, ഇവിടെ നിന്നിട്ട് എടുക്ക്. സജില അങ്ങനെ അതൊരു കണ്ടന്റ് ഒരു നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കില്ലേ